എവിടെയെങ്കിലും ഒരു ഇഞ്ചറിയോ ബോണിന് ഇഞ്ചറിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്, അതായത് വാരിയെടുത്ത് നേരെ വണ്ടിയിലെടുത്ത് ഇടുകയല്ല ചെയ്യുന്നത്. ഈ ആൾക്കാരുടെ ബോണിന് അനക്കം സംഭവിക്കാണ്ട് എങ്ങനെ എടുത്തുകൊണ്ട് പോകാന്നുള്ള രീതിയിൽ. ഇനി ഒരു 4 പേര് കൂടി വേണം. എങ്ങനെ ഒരാളെ ഹെഡിൽ നിൽക്കുന്ന ആളാണ് ലീഡർ. അപ്പോൾ ഹെഡിൽ നിൽക്കുന്ന ആളെ എന്ത് ചെയ്യണം? ഇയാളെ ഹെഡ് അതിൻ്റെ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പിടിക്കണം. അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പാടില്ല, അതല്ലേ ഇളകാൻ പാടില്ല. ഇനി 2 പേരെന്ത് ചെയ്യുക? ഇടത്ത് ഭാഗത്ത് ഇതേ നിലയിൽ നിൽക്കുക. ഈ 2 പേരെന്ത് ചെയ്യണം? ഒരു കൈ ഷോൾഡറിൽ പിടിക്കുക, അല്ല മറ്റേ കൈ എന്ത് ചെയ്യുക? ഉടുപ്പിന് ഈ കൈയോട് കൂട്ടി പിടിക്കുക. കൈയോട് ഓക്കെ. ഈ രണ്ടാമത്തെ ഉള്ള ആള് ഇവരെ ഉള്ളിലൂടെ ക്രോസ് ആയിട്ട് ഇടുക. ഓക്കെ. കൈ മുട്ട് ചേർത്ത് പിടിക്കുക. ഓക്കെ. ഇനി കാൽമുട്ടിന് പിടിക്കുക. ഒരു കൈ കാൽമുട്ടിന്. ഓക്കെ. ഹെഡ് നിൽക്കുന്ന ആളാണ് ലീഡർ. ഇവർ പറയുന്നതിനനുസരിച്ച് വേണം 3 പേര് ഒരുമിച്ച് ഇടത്ത് ഭാഗത്തേക്ക് ചരിക്കുക ഒരേ രീതിയിൽ. അത് ആദ്യമേ പറഞ്ഞല്ലോ, ഇയാൾ നമുക്ക് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിലത്തായിരിക്കും കിടക്കുക. നിലത്താ കിടക്കണമെങ്കിൽ മുട്ടുകുത്തിയാട്ടോ നിൽക്കുക. മുട്ടുകുത്തിയാണ് നിൽക്കേണ്ട, അല്ലാണ്ട് നിന്നുകൊണ്ടല്ല ചെയ്യുക, മുട്ടുകുത്തിയാണ് ചെയ്യുക. ഈ എപ്പോഴും തലയിൽ നിൽക്കുന്ന ആളുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വേണം ഇവർ ഫോളോ ചെയ്യാനായിട്ട്. ഇയാൾ റെഡി 1 2 3 ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ 3ലാണ് പറയുന്നതെങ്കിൽ 3ലാണെന്നുണ്ടെങ്കിൽ മെല്ലെ ഇയാൾ ഇപ്പുറത്തോട്ട് ചിരിക്കുക. എല്ലാവരും സെയിം ടൈമിൽ സെയിം രീതിയിലായിരിക്കും. സാധാരണ ചെയ്താൽ മതി. പറയാൻ പോകട്ടോ. റെഡി 1 2 3 ടേൺ. അങ്ങനെ നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ടേബിൾ ഒന്ന് പിടിച്ചെടുക്കണം. ഒരു ബുദ്ധിമുട്ടില്ല. ഇത് സാധാരണ നിലത്താണ്. ഇത് ടേബിളിന്റെ പുറത്തല്ല, ടേബിളൊന്നും അനഞ്ഞല്ല. നെക്സ്റ്റിന്റെ അടുത്ത 2 പേര് അവിടെ ആരാ നിൽക്കുന്നത്? സ്പൈൻ ബോർഡ് ഇല്ല എങ്കിൽ സ്പൈൻ ബോർഡ് പലക ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നേരെ പലക സൈഡിലോട്ട് വെച്ച് കൊടുത്തിട്ട് ആ പലകയിലോട്ട് ചെരിച്ച് കിടത്തുക. ചെരിച്ച് കിടത്തിയതിന് ശേഷം മേലോട്ടോ താഴോട്ടോ എങ്ങോട്ടോ നീക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നീക്കുക. ഇനി അതൊന്നും ഇല്ല എന്ത് ചെയ്യുക? 2 പേരും കൂടി വരാം. ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുക. ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുക. കുറച്ച് കൊടുക്കണം. ഓക്കെ. നേരെ കൈയാണ് ചെയ്യും. കൈ ഇങ്ങനെ ഉള്ളോട് ചേർത്ത് പിടിക്കുക. നേരെ പോട്ടെ. ഉള്ളോട് കൈ മുട്ട് കുത്തിച്ചോ. അത് നമുക്ക് ഇപ്പം പിടിക്കാനുള്ളതാണ്. നിങ്ങളുടെ കൈ മുട്ട് നിലത്ത് കുത്തി, നിലത്ത് മുട്ട് കുത്തി നിന്നിട്ട് വേണം. മുട്ട് കുത്തി നേരെ അഭിമുഖം നിന്നിട്ട് ഈ കൈ നിലത്തും കുത്തിയിട്ട് വേണം. മാക്സിമം ഉള്ളോട് ചേർത്തോളും. ഞാൻ പറയുന്നതനുസരിച്ച് ഇനി ഇവരെ കയ്യിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. 3 2 1 സാവധാനം ചെയ്താൽ മതി. നിങ്ങളെ കൈ വെച്ചോട് തന്നെ കേട്ടോ. നിങ്ങൾ കൈ എടുത്തോളൂ. നിങ്ങൾ കൈ എടുക്കണ്ട. 2 പേര് കൈ എടുക്കാം. നിങ്ങൾ കൈ എടുക്കല്ലേ. ഇനി അടി കൂടെ ലോക്ക് ചെയ്ത് ഇങ്ങനെ പിടിക്കാം. കണ്ടോ? ഇതേ രീതിയിൽ മനസ്സിലായില്ലേ? അടിക്കടെ ഇടുക. പിടിച്ചാ ആളെ പൊക്കണ്ട. ശരിക്കും 2 പേരും ക്രോസ് ചെയ്യണ്ട. നേരെ തന്നെ ലോക്ക് ചെയ്ത് പിടിക്കാം. നിങ്ങൾ അവരെ കൈ പിടിക്കാം. ഫസ്റ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ക്രോസ് ചെയ്യണ്ട. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൈയുടെ മാത്രം. അയാളുടെ കയ്യിൽ നിങ്ങൾ പിടിക്കുക, ഇവരുടെ കയ്യിൽ ഇവരും പിടിക്കുക. പൊക്കണ്ട ആയില്ല. പിടിച്ചാൽ മതി. ഈ തലയിൽ പിടിച്ചിരിക്കുന്ന ആള് പറയുന്നതിനനുസരിച്ച് മാത്രം നീങ്ങുക. റെഡി 1 2 3. നീ നടന്നു നോക്കുന്നല്ല. ഇയാളുടെ സ്പൈനും ഈ രീതിയിലാണ് ഒരാളെ എടുത്തുകൊണ്ട് നിയർ ബൈ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് എത്തിക്കുക. മിനിമം 5 പേരെങ്കിലും വേണം. ഈ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അല്ലെങ്കിൽ കൈ പിടിച്ചില്ലേ 3 പറയുമ്പോഴാണ് ഒരുമിച്ചാണ് പൊന്തുന്നത്. പൊന്തിയതിന് ശേഷമാണ് മൂവ് ചെയ്യുന്നത്. ആദ്യം മുട്ടുകുത്തി നിൽക്കാൻ സ്റ്റെപ്പ് പൊക്കുക. പിന്നെ ശരിക്കും നിലത്തായിരുന്നു ചെയ്യേണ്ടത്. ഇവിടെ നിലത്തിന്റെ ഇതായതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്.